ഹായ് ഹലോ, എല്ലാവർക്കും ഇറ്റാലിയൻ രുചികളിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഇൻസ്റ്റൻറ്റ് പാലട മിക്സിൽ തയ്യാറാക്കുന്ന ഒരു അടിപൊളി പായസം കേട്ടോ. നമുക്കിത് വിഷുവിനും ഓണത്തിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ കണ്ടു നോക്കാം. ഇനി ഇത് തയ്യാറാക്കുന്നത് ഒരു ഉരുളിയിലാണ്. അതിലേക്ക് ഒരു 3 സ്പൂൺ നെയ്യ് ഒഴിച്ച ശേഷം ഉണക്കമുന്തിരി ആദ്യം ഒന്ന് വറുത്തെടുക്കുകയാണ്. ഞാനിപ്പോൾ ഏകദേശം ഒരു 50 ഗ്രാം ഉണക്കമുന്തിരി ആട്ടോ എടുത്തിരിക്കുന്നത്. ഇതിനെ ഒന്ന് വറുത്ത് കോരാം. ഇനി അതേ നെയ്യിൽ തന്നെ എടുത്തു വച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കൂടെ ഒന്ന് വറുക്കുകയാണ്. ഇതും ഏകദേശം ഒരു 50 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ചെറിയൊരു ബ്രൗൺ കളർ വരുമ്പോഴത്തേക്കും ഇത് നെയ്യിൽ നിന്ന് വറുത്ത് കോരാം. ഇനി ഇതിലേക്ക് ഒരല്പം നാളികേരക്കൊത്തും കൂടിയാണ് വറുത്തെടുക്കുന്നത്. ഇപ്പം നമ്മൾ പായസം വയ്ക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന അതേ ഉരുളിയിൽ തന്നെയാണ് കേട്ടോ ഈ നാളികേരക്കൊത്തും എല്ലാം വറുത്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് പാലടയ്ക്ക് കുറച്ചും കൂടെ രുചി വരും. അതായത് നമ്മൾ സാധാരണ വെക്കുന്ന പാലടയുടെയൊക്കെ അതേ രുചിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി ഈ ഉരുളിയിൽ ഏകദേശം 1 സ്പൂൺ നെയ്യ് മാത്രം ബാക്കി നെയ്യ് കൂടി ഇതിൻ്റെ കൂടെ കോരിയെടുക്കാം. ശേഷം നമുക്ക് പാലടയ്ക്ക് ആവശ്യമായി 1.5 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു ചെറു തീയിൽ തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ ഒരു പാലട മിക്സിലാട്ടോ ഞാനിന്ന് തയ്യാറാക്കുന്നത് ഈ ഒരു പായസം. 30 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി പാലട മിക്സാണ്. ഇനി ഇത് ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ള കാര്യങ്ങളെല്ലാം ഈ പാക്കറ്റിൻ്റെ പുറകിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാക്കറ്റിന് ഏകദേശം 63 രൂപയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ പായസ മിക്സ് മേടിക്കുന്ന സമയത്ത് ഇങ്ങനെ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇപ്പോൾ പാല് ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാലട മിക്സ് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് പാലുമായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിലേക്ക് മാറ്റി നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇനി ഇതിനെ മൂടി വെച്ച് നമുക്ക് വേവിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഏകദേശം ഒരു 30 മിനിറ്റ് കൊണ്ട് നമ്മുടെ പാലട റെഡിയാവും. ഇത് ഞാൻ മൂടി ഒന്ന് മാറ്റി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിടുന്നതാണ്. അട കുറച്ചും കൂടെ വേകാനുണ്ട്. നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മൂടി വയ്ക്കാം. ഇപ്പോൾ കറക്റ്റ് 30 മിനിറ്റായി. പാലട നന്നായിട്ട് കുറുകി നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നതെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ചെറു തീയിൽ തന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഈ ഒരു പാലട മിക്സിലേക്ക് നമുക്ക് എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല. മാത്രമല്ല ഒരു പിങ്ക് കളർ കിട്ടാനായിട്ട് നമ്മളിതിനകത്തേക്ക് ശർക്കര ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഈ മിക്സിൽ നിന്ന് കറക്റ്റായിട്ടുള്ള പിങ്ക് കളറുള്ള പാലട തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇവ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന നെയ്യെല്ലാം പായസത്തിലേക്ക് നന്നായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. പാലട എപ്പോഴും നമ്മൾ വിളമ്പുന്ന സമയത്ത് ഒരു ചെറു ചൂടിൽ തന്നെയാണ് വിളമ്പേണ്ടത്. അപ്പോൾ നല്ല ആ ഒരു പരുവത്തിൽ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വിഷുവിനും ഓണത്തിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാലട മിക്സാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരോടും ബോൺ അപ്പത്തീത്തോ.